ഏത് തരം മേഖലകളിലും വ്ളോഗ് ചെയ്യുന്നവരാണെങ്കിലും ഒരു മൈക്ക് നമുക്ക് എല്ലാവർക്കും നിർബന്ധമല്ലേ. അതിലുപരി ഒരു ബെറ്റർ സൗണ്ട് ക്വാളിറ്റി ആയാലോ. ഹായ് ഫ്രണ്ട്സ്, നിങ്ങളൊരു കണ്ടന്റ് ക്രിയേറ്റർ ആണോ, അതല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും മേഖലകളിൽ ഒരു വ്ളോഗിങ് ചെയ്യുന്നവരാണോ എങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു മൈക്കിനെ കുറിച്ചാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. അതായത് ഹോളി ലാർക്കിൻ്റെ M2 എന്ന് പറഞ്ഞ ഒരു വയർലെസ് മൈക്കിനെ കുറിച്ചാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. അത് നിങ്ങൾ എൻ്റെ ബോഡിയിൽ കാണാൻ പറ്റുക ഇത്രയും ചെറിയ ബട്ടൺ ടൈപ്പിലായിട്ടുള്ള ഒരു മൈക്കാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ അൺബോക്സിങ്ങും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് വീഡിയോയിൽ ആദ്യം കണ്ടിട്ട് വന്നാലോ. സോ കമാൺ ഗൈസ്. അങ്ങനെ നമ്മളെ പ്രൊഡക്റ്റ് കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഹോളി ലാൻഡ് ലാർക്ക് M2 എന്നാണ് ഇതിൻ്റെ പേര് വരുന്നത്. ചെറിയൊരു ബോക്സ് ആണ്, അത്യാവശ്യം നല്ല ഫിനിഷിങ്ങിലും നല്ല സെറ്റപ്പ് ആയിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇതിൻ്റെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഓവർ ബൾജി ആയിട്ടുള്ള പാക്ക് ഒന്നല്ല, ചെറിയ രീതിയിൽ തന്നെ ഒരു ചെറിയ ബോക്സ് ആണ് ഇതിൻ്റെ മുകളിൽ വരുന്നത്. അതിൻ്റെ മുകളിൽ ചെറിയൊരു കോട്ടിങ് വരും. അതങ്ങോട്ട് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ താഴത്തെ ഒരു ചെറിയ ടാപ്പ് ഉണ്ടാവും. അത് അറ്റിച്ച് കഴിഞ്ഞാൽ നമുക്ക് ബോക്സ് ഇങ്ങനെ ഓപ്പൺ ആയിട്ട് വരും. ഓപ്പൺ ചെയ്ത പാടന്നെ നമുക്കൊരു യൂസർ മാനുവൽ ആണ് കിട്ടുക. അതിൻ്റെ അകത്ത് ഒരു സ്റ്റിക്കർ ഉണ്ടാവും. ഒരു സ്റ്റിക്കർ അല്ലാതെ 4-5 സ്റ്റിക്കർ ഉണ്ടാവും. അത് നമുക്ക് മൈക്കിൻ്റെ മുകളിൽ ഒട്ടിക്കാനുള്ളതാണ്. പിന്നെ ഇവരുടെ യൂസർ മാനുവൽ ആണ്. അതിൽ എന്തൊക്കെ നോക്കിയിട്ടൊക്കെ നമുക്ക് അതിനനുസരിച്ച് ചെയ്യാവുന്നതാട്ടോ. ഇതിൽ പാക്കിംഗ് ലിസ്റ്റ് ആണ് കാണിച്ചത്. എന്തൊക്കെയാണ് ഈ ഒരു ഐറ്റത്തിൽ ഉണ്ടാവുന്നുള്ളതാണ് കേട്ടോ ബോക്സ് കാണിച്ചത്. ആദ്യം തന്നെ നമുക്ക് മൈക്കാണ് ഒരു ബോക്സിൽ ഇങ്ങോട്ട് കിട്ടുന്നത്. സ്ക്വയർ ആയിട്ട് ഒരു കുഞ്ഞു ബോക്സ് കേട്ടോ. അത് ഓപ്പൺ ചെയ്യുമ്പോൾ 2 മൈക്കും പിന്നെ 1 ക്യാമറയ്ക്ക് ഉള്ളതാട്ടോ വരിക. ഈ ഒരു മൈക്കിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബട്ടൺ ടൈപ്പാണ്. നമുക്ക് എവിടെയും പ്രസ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി മൈക്കാണ്. പിന്നെ ഇത് ക്യാമറക്കായിട്ടുള്ള ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള മൈക്കാട്ടോ അവർ തന്നിട്ടുള്ളത്. എന്തായാലും ഇതിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട്. പിന്നെ ബാക്കിലാണ് ഇതിൻ്റെ ചാർജിങ് പോർട്ട് വരുന്നത്. സംഭവം ഇപ്പോൾ ചാർജൊക്കെ ഫുള്ളാണ്. അതുകൂടാതെ തന്നെ ഐഫോണിലേക്ക് USB ടൈപ്പും വരുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ C ടൈപ്പും നമുക്ക് വരുന്നുണ്ട് കേട്ടോ. ഇതങ്ങോട്ട് ഫോൺ അൺലോക്ക് ചെയ്തിട്ട് വേണം ഈ ഒരു സാധനം നമുക്ക് അതിലേക്ക് ജോയിൻ ചെയ്യാൻ. അല്ലാഞ്ഞാൽ മൈക്ക് വർക്ക് ആവില്ല കേട്ടോ. കഴിഞ്ഞിട്ടില്ല, ഉള്ളിൽ വേറെ എന്തോ ഒരു ഐറ്റം കൂടി ഉണ്ട്. അതെ, ഒരു പൗച്ച് ഉണ്ട്. അതിൻ്റെ മുകളിൽ ഹോളി ലാൻഡ് എന്ന് പറഞ്ഞിട്ടൊരു ലോഗോ എടുത്തിട്ടുണ്ട്. ഓപ്പൺ ചെയ്ത് നോക്കുമ്പം ഒരുപാട് കുഞ്ഞു കുഞ്ഞു ബോക്സ് ആയിട്ട് ചെറിയ ചെറിയ ഐറ്റംസുകൾ ഉണ്ട് കേട്ടോ. എന്തൊക്കെ നമുക്ക് നോക്കാം അല്ലേ. ആദ്യം തന്നെ ഇതിൻ്റെ അകത്തൊരു ചാർജിങ് കേബിൾ മാത്രമാട്ടോ നമുക്ക് കിട്ടിയത്. അതുപോലെ തന്നെ ക്യാമറ കണക്ട് ചെയ്യാനുള്ള കേബിളും ഇതിൻ്റെ അകത്തുണ്ട്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ബോക്സിൽ, അതായത് പേപ്പറിനകത്ത് എനിക്ക് തോന്നുന്നു മാഗ്നറ്റ് ആണെന്നാണ് തോന്നുന്നത്. അതും ചെയിൻ രീതിയിൽ, ചെയിൻ്റെ രീതിയിലുള്ള ഒരു മാഗ്നറ്റ് ആണ്. അതിൻ്റെ അകത്ത് ഒട്ടിച്ചിട്ട് നമുക്ക് മൈക്ക് എവിടെ വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. കഴുത്തിലും അതുപോലെ തന്നെ കയ്യിലൊക്കെ കെട്ടാൻ പറ്റും. അത് ഭയങ്കര യൂസ്ഫുൾ ആണ്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലിപ്പാണ്. അതായത് നമുക്ക് എവിടെ വേണമെങ്കിലും ഇനിയിപ്പോൾ മാഗ്നറ്റ് അല്ലാതെ നമുക്ക് എവിടെയെങ്കിലും ഹോൾഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ക്ലിപ്പ് വെച്ചും യൂസ് ചെയ്യാൻ പറ്റും. പിന്നുള്ളത് എന്താണെന്ന് പറഞ്ഞാൽ വിൻഡാണ്. അതായത് നോയിസ് ക്യാൻസലേഷനൊക്കെ ഓവറായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു സാധനം അതിലേക്ക് നമ്മൾ ജോയിൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പുറത്തുള്ള സൗണ്ടും കാര്യങ്ങളൊന്നും നമുക്ക് കേൾക്കില്ല. ഉദാഹരണമായിട്ട് ഞാനിപ്പോൾ മൈക്ക് എടുത്തിട്ട് ജസ്റ്റ് നമ്മുടെ ഷർട്ടിൻ്റെ മുകളിലോ ടീഷർട്ടിൻ്റെ മുകളിലോ ഒന്നും അങ്ങോട്ട് ടാപ്പ് ചെയ്ത് വെച്ചാൽ മതി. ഇതിൽ ബ്ലൂ ലൈറ്റും ഗ്രീൻ ലൈറ്റും ഉണ്ടാവും. അതിൽ ഗ്രീൻ ലൈറ്റാണ് നമുക്ക് നോയിസ് ക്യാൻസലേഷൻ ഓഫ് ആക്കാനുള്ള ലൈറ്റ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ അൺബോക്സിങ് കാര്യങ്ങളൊക്കെ ഞാനിപ്പോൾ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തന്നില്ലേ. പിന്നെ എനിക്ക് പ്രത്യേകം പറയാന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഒരുപാട് വലിയ എമൗണ്ട് കൊടുത്തിട്ട് മൈക്ക് വാങ്ങുന്നതിനെക്കാട്ടി നല്ലത് നിങ്ങൾക്ക് ഈ ഒരു ഹോളി ലാർക്കിൻ്റെ M2 എന്ന് പറഞ്ഞ മൈക്ക് വാങ്ങുന്നതാണ്. വളരെ ചെറിയ ബഡ്ജറ്റേ ഉള്ളൂ. അത് മാത്രമല്ല, ചെറിയ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് ഇത്രയും നല്ല അടിപൊളി നോയിസ് ക്യാൻസലേഷൻ ഉള്ള വേറൊരു മൈക്ക് വേറെ എവിടെ ഞാൻ കണ്ടിട്ടില്ല. എന്നിരുന്നാൽ നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആണ്. അപ്പോൾ ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നത് നോയിസ് ക്യാൻസലേഷൻ ഓഫ് ആക്കിയിട്ടാണ്. അപ്പോൾ ഇനി നോയിസ് ക്യാൻസലേഷൻ ഓൺ ആക്കിയിട്ട് എങ്ങനെയാണെന്ന് നോക്കിയാലോ. നോയിസ് ക്യാൻസലേഷൻ ഇപ്പോൾ ഓൺ ആക്കിയിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഔട്ട്ഡോറിലുള്ള മൊത്തം സൗണ്ട് ഇപ്പോൾ കേൾക്കാൻ പറ്റും. ഇനിയിപ്പോൾ ഞാൻ നോയിസ് ക്യാൻസലേഷൻ ഓഫ് ആക്കിയിട്ട് നോക്കിയാലോ. ഇപ്പം കണ്ടില്ലേ, നിങ്ങളുടെ തൊട്ടടുത്ത് ഇവിടെ വർക്ക് എടുക്കുന്നുണ്ട്. ആ വർക്കിൻ്റെ സൗണ്ട് വരെ നിങ്ങൾക്ക് മൈന്യൂട്ടായിട്ടേ കേൾക്കുന്നുള്ളൂ. കണ്ടില്ലേ, അത്രയും കംഫർട്ടബിൾ ആണ്. ഞാൻ ഈ ഒരു ഐറ്റം പർച്ചേസ് ചെയ്തത് എൻ്റെ തൊട്ടടുത്തുള്ള ക്യാമറ ആക്സസറീസിൽ നിന്നാണ്. നിങ്ങൾക്ക് ഈ ഒരു ഐറ്റം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നാട്ടിലുള്ള ക്യാമറാസ് ആക്സസറീസിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. പിന്നെ അതല്ല, ആമസോണിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അതിൽ EMI കാര്യങ്ങളും ഉണ്ട്. നിങ്ങൾക്ക് നോക്കിയിട്ട് ക്രെഡിറ്റ് കാർഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ കിട്ടും. പിന്നെ അതല്ല, നിങ്ങളെ തൊട്ടടുത്തുള്ള ക്യാമറ ആക്സസറിൽ പോയി കഴിഞ്ഞാലും അവിടുന്ന് നിങ്ങൾക്ക് EMIയിൽ കിട്ടും. ഞാൻ ഈ ഒരു മൈക്ക് വാങ്ങി പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് 11,000-നാണ്. ചിലപ്പോൾ ചെറിയ പ്രൈസ് അങ്ങോട്ടും വ്യത്യാസം ഉണ്ടാവും. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഗൾഫ് കൺട്രീസിൽ നിന്നൊക്കെ ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യാൻ വന്നതാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇത് റിവ്യൂ കണ്ടിട്ട് അഗ്രി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്തായാലും താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. സോ താങ്ക് യു ഗൈസ്.